ഹലോ എവ്രി വൺ. അടിപൊളി പാനിപ്പൂരി റെസിപ്പി ആയാലോ? നോർത്ത് ഇന്ത്യൻ റെസിപ്പി അല്ലേ? പക്ഷേ എന്നാലും നമ്മളെ കേരളക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണല്ലേ. ആർക്കും ഇഷ്ടമില്ലാത്തില്ലത് എനിക്കറിയില്ല കേട്ടാ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടാ. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളും ഇത് കുറ്റം പറയാൻ നിൽക്കൂല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാമല്ലേ? ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ ചുവന്ന കടല നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ ഒന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള പൗഡർ റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ മുതുമൻ കുരുമുളക്, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മല്ലി, 3-4 ഗ്രാമ്പൂ കൂടി ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ലപോലെ കൂട്ടുന്നൊന്നുമില്ല, മീഡിയം ലെവലിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു പൗഡർ നമുക്ക് എന്തിൻ്റെ കറിയിലും വേണമെങ്കിലും ഇടാവുന്നതാണ്. നല്ലൊരു പൗഡറാണ് കേട്ടോ. ബീഫ് കറിയിലും എന്തും എല്ലാത്തിലും ഇടാവുന്ന ഒരു പൗഡറാണ്. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പൗഡറല്ല. പൗഡർ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇവിടെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇത് ഉടച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തു. അതിലേക്ക് തന്നെ 2 വലിയ ഉള്ളി ചെറിയ രീതിയിൽ മുറിച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രമാത്രം മതി. ഇതിൻ്റെ കൂടെ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിനാവശ്യമായിട്ടുള്ള സോൾട്ടും 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പാനിപ്പൂരിൻ്റെ പാനി റെഡിയാക്കി തുടങ്ങാം. ഒരു വലിയ ഉണ്ടപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾക്ക് നിരടി എടുക്കണം. എന്നിട്ട് ആ വെള്ളം നമുക്ക് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾക്ക് ലൂസായിട്ടുള്ള ഒരു പാനിയാണ് ഇപ്പോൾ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പം വിചാരിക്കും ഇതിലേക്ക് തീരെ പുളി ഇല്ല എന്നൊന്നല്ല, നല്ല കണക്കായിട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്ന പുളിയാണ് ഉള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമ്മൾക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് പാനിപ്പൂരി മറ്റേ സ്ട്രീറ്റ്സിലും ഒക്കെ സ്ട്രീറ്റ് ആയിട്ടുള്ള തട്ടുകടയിലൊക്കെ ഉണ്ടാവാറുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാറുമുള്ളത് കേട്ടോ. ഇതിലേക്ക് സോൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഈ പൗഡർ കൂടി ചേർത്തിട്ട് അതും കൂടി മിക്സ് ആക്കിയിട്ടെടുക്കുക. ഈ ഒരു വെള്ളം കൊണ്ട് മാത്രം നമ്മൾ പാനി റെഡി ആവില്ല. ഇതിലേക്ക് മല്ലിയിലയും ഇഞ്ചിയും 2 പച്ചമുളക്, ഒരു ചെറിയ പൊടി പുതിനയില, ഇത് 4ഉം കൂടി നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടെടുത്തിട്ട് നമ്മൾ ഈ പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് അല്ല. ഈ ഒരു വെള്ളം തന്നെയാണ് നമ്മൾ പാനിപ്പൂരിയിൽ മെയിനായിട്ടുള്ള ടേസ്റ്റ്. ഈ പുതിനയുടെ ഇലയുടെ വെള്ളം കൂടി ചേർത്തപ്പം നമ്മൾ പാനിൻ്റെ ടേസ്റ്റ് ആകെ മാറിയിരിക്കുന്നു കേട്ടോ. അപ്പം ഇതിലേക്ക് സോൾട്ടൊക്കെ കറക്റ്റ് ആണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെതിപ്പം കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പാനിപ്പൂരിൻ്റെ പൂരി ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. ഇപ്പോൾ എല്ലാ കടകളിലായാലും ബേക്കറി ഷോപ്പുകളിലായാലും പാനിപ്പൂരിൻ്റെ പൂരി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാനിപ്പൂരിൻ്റെ മിക്സ് കൂടി ലഭിക്കുന്നുണ്ട് മൊത്തത്തിൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് അതിന് കിട്ടുന്നില്ല. ഞാൻ ഒരിക്കൽ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കിയതാണ്. നമ്മൾ എത്ര വീട്ടിൽ പാനിപ്പൂരി പൂരി ആക്കിയാലും ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് ലഭിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. റവയും അതുപോലെ ഗോതമ്പ് പൊടിയും ഒരേ അളവിലെടുത്തിട്ട് അത് നല്ല കട്ടി രൂപത്തിൽ പരത്തിയെടുക്കുക. സാധാ നമ്മൾ ഡോ ആക്കുന്നത് പോലെ പരത്തിയെടുത്തിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് പരത്തിയെടുക്കാം. മൊത്തത്തിൽ പരത്തിയെടുക്കാതെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ.
എണ്ണയിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ പാനിപ്പൂരി റെഡിയാക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.